ഒരു പതിറ്റാണ്ടോളമായി BJPക്ക് പ്രതിപക്ഷത്തെ ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പ്രതിപക്ഷം നയിച്ച ഒരു സമരം പോലും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, കർഷകരുടെ സമരം മുതൽ ഓരോ പോരാട്ടങ്ങൾ എടുത്തു നോക്കിയാലും അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസോ പ്രതിപക്ഷ പാർട്ടികളോ അല്ല, പക്ഷെ മറ്റ് പല സംഘടനകളും നേതൃത്വം നൽകിയ സമരം. ഏറ്റവും ഒടുവിൽ അത് CJP, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നേതൃത്വം നൽകിയ ഒരു സമരത്തിൽ BJPയുടെ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ പ്രതിഷേധം, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നിങ്ങൾക്കുള്ള, അതായത് ഭരണകൂടത്തിനുള്ള ഒരു താക്കീതാണോ? ഇനി ജൻസികളെ നിസ്സാരമായി കാണാൻ കഴിയുമോ? നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ എന്താ സംഭവിച്ചതെന്ന്. നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ഈ ജൻസികളുടെ പോരാട്ടം അവിടുത്തെ ഭരണകൂടത്തെ വീഴ്ത്താൻ പോലും, ഭരണ സംവിധാനങ്ങളെ പോലും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചതാണ്. ഇവിടുത്തെ ജൻസികളെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഭയക്കേണ്ട സാഹചര്യമുണ്ടോ ഗോകുൽ? ഇവിടെ ഒരു ഘട്ടത്തിലും രാജ്യത്ത് യുവാക്കൾ, വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവന്ന നീറ്റുമായി ബന്ധപ്പെട്ട ഈ സമരത്തെ ഒരു ഘട്ടത്തിലും അടിച്ചമർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സമരത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ, ഇത് കുഴപ്പമാണ് എന്ന് പറയുന്ന രീതിയിൽ BJPയോ കേന്ദ്ര സർക്കാരോ ഇടപെട്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കൃത്യമായി നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഡോക്യുമെന്റേഷൻ ഉള്ളതാണ്. ഏറ്റവും അനുഭാവപൂർണമായ രീതിയിലാണ് ഈ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ, അത് പ്രധാനമന്ത്രി ആയാലും അത് മന്ത്രിസഭയിലെ മന്ത്രിമാരായാലും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇതിനകത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഈ രാജി ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിലേക്ക് പോയത് അത് കൃത്യമായി ഈ പറയുന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമരത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ. രണ്ട്, ഈ സമരത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്തത് കൊണ്ടാണ്, എന്തെങ്കിലും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് രാജി എന്ന വ്യാഖ്യാനത്തോട് ഒരു തരത്തിലുമുള്ള ശരി എന്ന രീതിയിൽ തന്നെ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്കറിയാം, ഈ സമരം തുടങ്ങുന്നത് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് കൃത്യമായി അന്വേഷിക്കുകയും അതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അതുപോലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന അതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ആത്മഹൂതി ചെയ്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള അവരുടെ കുടുംബങ്ങൾക്ക് അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കുക, നഷ്ടപരിഹാരം നൽകുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നീട് നമ്മൾ ആ സമരത്തെ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്, സമരം ഏതൊക്കെ ഡൈവേർഷനിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട് സമരവുമായി കേന്ദ്രീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ FCRA അമെൻമെന്റ് ബില്ല് അത് കൊണ്ടുവരരുതെന്ന് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ വരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ, യുവാക്കൾ അവർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ മുന്നോട്ട് വെച്ച് അതിനെ പരിഹരിക്കാൻ സമരം നടത്തുമ്പോൾ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രാജ്യത്തെയും നമ്മുടെ സംസ്കൃതിയെയും നമ്മുടെ രാജ്യ താല്പര്യത്തെയും സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ, നിയമങ്ങളെ, നടപടികളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ചില തൽപര കക്ഷികൾ അതിനകത്ത് നുഴഞ്ഞു കയറുകയുണ്ടായി. അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് FCRA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് കൃത്യമായി വ്യാജ NGOകൾ വഴി വിദേശ നാണ്യങ്ങൾ കൈപ്പറ്റിയതിന്റെ ഭാഗമായി ഡീബാർ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ FCRA യോഗ്യതയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നിരവധിയായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികൾ നടത്തിയ ആളുകൾ ഈ സമരത്തിന് പിന്തുണയുമായി വരുന്നു. ഈ സമരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്ക് രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും BJPക്കും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും എതിരാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ BJPയും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൃത്യമായി എടുത്ത നിലപാട് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പത്തിന്റെയും യുവാക്കളുടെയും സമരത്തെ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു, അവർ പറയുന്നതിലെ ശരിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ അവരെ മുൻനിർത്തി, അവരെ ചുടുചോറ് വാരിച്ച്, അവരെ അക്രമികളായി ചിത്രീകരിച്ച് അവരിലൂടെ തൽപര കക്ഷികളുടെയും ദേശവിരുദ്ധരുടെയും താല്പര്യം സംരക്ഷിക്കാൻ ഏതൊരാളിന്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെങ്കിൽ പോലും, എത്ര ശരി ചെയ്ത ആളിന്റെ കാര്യമാണെങ്കിൽ പോലും, ഈ നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും
സുരക്ഷയും അവർ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോയത്. അതിന് കാരണം ഇവരുടെ മുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖങ്ങളില്ലാത്ത മുഖംമൂടിധാരികൾ രാജ്യത്തിന്റെ സുരക്ഷയെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക്, ഇതിന്റെ മുദ്രാവാക്യങ്ങളെയും ഉദ്ദേശങ്ങളെയും വക്രീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു വ്യാഖ്യാനമല്ലേ ശ്രീ ഗോകുൽ? കാരണം നിങ്ങളിപ്പോ പറയുന്നു ഈ സമരം, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് രാജ്യവിരുദ്ധ ശക്തികൾ സ്വാധീനം ചെലുത്താതിരിക്കാൻ വേണ്ടിയാണ്, ആ രീതിയിലുള്ള നീക്കം തടയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന്. പക്ഷെ യഥാർത്ഥത്തില് ഇത് ഇവിടെ തടയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലായിരുന്നുവെങ്കിലും, രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല ബീഹാറിൽ നമ്മൾ കണ്ടു, അത് കേരളത്തില്, ഇങ്ങേയറ്റം കേരളത്തിൽ വരെയും ജൻസികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമരം രാജ്യത്തെമ്പാടും കത്തിപ്പടരുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് അതിനെ തടയിടുക, അതായത് ജൻസികളുടെ ഈ ഒരു മൂവ്മെന്റിനെ ഭയന്നത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ രാജ്യം ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞതിൽ ഒരു ഭാഗികമായ ശരിയുണ്ട്. രാജ്യത്തുടനീളം ഈ സമരം വ്യാപിപ്പിക്കാൻ ശ്രമമുണ്ടായിരുന്നു. ഏത് സമരം? നീറ്റുമായി ബന്ധപ്പെട്ട സമരമല്ല, വിദ്യാർത്ഥികളുടെ സമരമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖങ്ങളായി വിദ്യാർത്ഥികൾ, ശരീരങ്ങളായി വിദ്യാർത്ഥികൾ, മുഖം മൂടി ധരിച്ചവർ, മുഖമില്ലാത്തവർ, അതിന് പിന്നിൽ നിന്നുകൊണ്ട് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും ഈ ചെറുപ്പത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരുടെ ഈ പ്രായത്തിന്റെ ഈ ഉശിരിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം ചില ദേശവിരുദ്ധ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയതിന്റെ കൃത്യമായിട്ടുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മന്ത്രിസഭയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മന്ത്രി, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നാൽ പോലും, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നാൽ പോലും ഈ രാജ്യത്തിന്റെ ചെറുപ്പത്തെ ദുരുപയോഗപ്പെടുത്താൻ, അവരുടെ ഭാവിയെ തുലാസിലാക്കാൻ, അവരുടെ ദേശവിരുദ്ധരാക്കാൻ ഒരു ശക്തിയെയും ഞങ്ങളുടെ ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഈ ഇച്ഛാശക്തിയിൽ നിന്നാണ്, എന്ന തീരുമാനത്തിൽ നിന്നാണ് ഈ തീരുമാനം ഉണ്ടായത്. അത് എല്ലാം അംഗീകരിച്ചല്ലോ. JP നദ്ദയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷന്റെ ആളുകൾ ഒപ്പമിരുന്നല്ലേ അവരുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര മന്ത്രിസഭ പരിഗണിച്ചു. അത് അനുഭാവപൂർവമായാണ് പരിഹരിച്ചത്. ഞങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നു. അതിനു മുൻപ് അബു ജോൺ ജോസഫ്, ഇപ്പോൾ BJP നേതാക്കൾ ഉൾപ്പെടെ പല ന്യായീകരണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇതൊരു കീഴടങ്ങലായിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ ഒരു കീഴടങ്ങലായിരുന്നു. മാത്രമല്ല ഇത് കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, അതായത് കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, BJPക്ക് മാത്രമല്ല, ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള ഒരു താക്കീതല്ലേ. കാരണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ജൻസികൾ, അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അങ്ങയുടെ മക്കൾക്കടക്കം രാഷ്ട്രീയമുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അതായത് ഇതുവരെയും പിന്തുടർന്ന് വന്നിരുന്ന ചില കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട സമയമായിട്ടുണ്ട്. കാരണം ജൻസികൾ അവർ വ്യത്യസ്തമായും ചിന്തിക്കുന്നവരാണ്. കാരണം അവർ തെരുവിലിറങ്ങും, ഭരണകൂടത്തെ, ജുഡീഷ്യറിയെ ഭയമില്ല. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.